എപ്പിസോഡ് 4 ട്രാക്സ് ഓഫ് അൺനോൺ എനിമൽസ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു മുയലിന്റെ കാൽപ്പാട് പിന്തുടർന്നു പോകുന്ന ഒരു കുറുക്കനെയാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ കുട്ടി മാഷയെ കാണിക്കുന്നു. മഞ്ഞുകാലം ആയതുകൊണ്ട് മഞ്ഞിൽ കളിക്കുക മാത്രമല്ല പുള്ളിക്കാരി ചെയ്യുന്നത്. നൈസായി മഞ്ഞെല്ലാം തിന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. പിന്നെ മഞ്ഞുകൊണ്ട് ഒരു ബോൾ ഉണ്ടാക്കി ഉരുട്ടി കളിക്കുകയാണ്. പിന്നീട് നമ്മുടെ കിട്ടുവിനെയാണ് കാണിക്കുന്നത്. മഞ്ഞായാലും വെയിലായാലും പുള്ളിക്കാരൻ എന്താ ഉറക്കം തന്നെ. ദാ ഈ ഭാഗത്തു തന്നെയായിട്ട് നമ്മുടെ കുട്ടി മാഷ ആ കുഞ്ഞു ബോൾ വലുതാക്കി താഴേക്ക് ഉരുട്ടി വിട്ടിട്ടുണ്ട്. പോകുന്ന പോക്കിൽ ആ ഐസ് ബോൾ ആ കുറുക്കനെ ചെമ്മന്തിയാക്കിയിട്ടാണ് പോകുന്നത്. പിന്നെ അത് നേരെ കിട്ടുവിന്റെ വീട്ടിലേക്ക് പോയി. ഉറക്കത്തിൽ നിന്ന് നെട്ടിയുണർന്ന കിട്ടു നോക്കുമ്പോൾ ദാ മഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. ഹായ് കിട്ടു, എന്താ ഉറങ്ങുകയാണോ? വീടിന്റെ പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ അവിടെ ഒരു വീടില്ല, പകരം ഒരു മഞ്ഞുമലയാണെന്ന് വിചാരിച്ചു പോകും. കിട്ടും മാഷയും കൂടി ആ മഞ്ഞെല്ലാം മാറ്റുന്നുണ്ട്. ഇടയ്ക്ക് അവളുടെ കുസൃതിയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഐസ് കൊണ്ട് കുഞ്ഞു ബോളാക്കി കിട്ടുവിനെ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആഹാ, വിട്ടാ പറ്റില്ലല്ലോ, ഞാനും എറിയും എന്ന് പറഞ്ഞ് കിട്ടു ഒരു വലിയ ബോള് തന്നെ മാഷക്കായി ഉണ്ടാക്കുന്നു. അപ്പോഴാണ് മാഷ, ഇതാരുടെ കാൽപ്പാടാണ് കിട്ടു? കിട്ടു അത് നോക്കിയിട്ട് ഇത് ഒരു മുയലിൻ്റെതാണെന്ന് ആക്ഷനിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ കാൽപ്പാടോ? ഇത് ഒരു കുറുക്കൻ്റെതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആഹാ, കുറുക്കനോവാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, അവിടെ ഒരു കുറുക്കനുണ്ട്. കിട്ടുവിനെ അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് വീണ്ടും മാഷ, കിട്ടു അപ്പോൾ ഇതാരുടെ കാൽപ്പാടാണ്? ഇതൊരു മുയലിൻ്റെതാണ്, കുറുക്കൻ്റെതാണ് എന്നെല്ലാം പറയുമ്പോൾ മാഷക്ക് അതൊന്നും പിടുത്തം കിട്ടുന്നില്ല. മുയലിന്റെ കാൽപ്പാട് കുറുക്കൻ്റെതാണെന്നും കുറുക്കന്റെ കാൽപ്പാട് മുയലിൻ്റെതാണെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. കിട്ടു അവൾക്കായി വരച്ചെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും ഒരു പ്രയോജനമില്ല. ഞാൻ പറയാം, ഇത് കുറുക്കന്റെ കാൽപ്പാടാണ്, ഇത് കുറുക്കന്റെ കാൽപ്പാടാണ്, ഇത് കുറുക്കന്റെ കാൽപ്പാടാണ്. എന്നാൽ കിട്ടുവിനെ അത് ഭ്രാന്ത് പിടിപ്പിക്കുന്നു. എന്നിട്ട് അവൻ അത് കുറുക്കൻ്റെതല്ല മുയലിൻ്റെതാണെന്ന് പറയുന്നു. മാഷയ്ക്ക് എന്തു പറ്റിയെന്നറിയില്ല. കാൽപ്പാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് പറയുന്നത്. അങ്ങനെ കിട്ടു ആലോചിച്ചു വരുമ്പോഴാണ് മാഷ തന്റെ കാൽപാദങ്ങൾ പിന്തുടർന്നു വരുന്നത് കാണുന്നത്. ഇനി പറ, ഇത് ആരുടെ കാൽപ്പാടാണ്? ശ്രദ്ധിച്ചു നോക്കി പറ. ഞാൻ ആലോചിച്ച് ശ്രദ്ധിച്ചു പറയാം. ഇത് ഒരു മുയലിൻ്റെതാണ്. ഹോ, ഈ കഷ്ടപ്പെട്ടെല്ലാം വെറുതെ ആയാലും ഇവൾക്ക് എങ്ങനെയൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ കാണുന്നത് മാഷയുടെ ഒരു കുട്ടി സോങ് ആണ് കേട്ടോ. അടിപൊളി സോങ് തന്നെയാണ് അത്. സോങ്ങിന്റെ അവസാനം ദാ ആ മുയൽ വന്നിരിക്കുന്നു. കിട്ടു ദാ ഇങ്ങോട്ടേക്ക് നോക്ക്, അതൊരു മുയലിന്റെ കാൽപ്പാട് തന്നെയാണ്. നോക്കുമ്പോൾ ആ കുട്ടി മുയൽ കുറുക്കന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കുറുക്കന്റെ കാൽപ്പാട് പോലെ വെച്ച് കെട്ടി നടക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ കിട്ടു വണ്ടറടിച്ചു പോകുന്നു. അപ്പോൾ നമ്മുടെ മാഷ നേരത്തെ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇങ്ങനെ കിട്ടുവിന്റെ കിളി പോയി ഇരിക്കുന്നതും കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി കൂടെയുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുക. ബൈ.